എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 77 ശ്ലോകം 21 മുതൽ 29 വരെ 9 ശ്ലോകങ്ങൾ. ഭഗവാനെ ഗത കൊണ്ട് സാൽവനെ അടിക്കണു. അവൻ രക്തം ഛർദിച്ച് വിറച്ചങ്ങനെ നിൽക്കും. ആ ഗത ഭഗവാന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വന്നു എന്ന് പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗദായാം സന്നിവൃത്തായാം സാൽവസ്ത്വന്തരധീയത തതോ മുഹൂർത്താഗത്യ പുരുഷശിരസാച്യുതം ദേവക്യാ പ്രഹിതോസ്മീതി നത്വാ പ്രാഹവചോരുദൻ. ഗദ ഭഗവാന്റെ അടുത്ത് സന്നിധിയിലേക്ക് തന്നെ മടങ്ങി വന്നു. ഉടനെ സാൽവനെ കാണാതെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു പുരുഷൻ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേവകീദേവി അയച്ചിട്ട് വന്നിരിക്കുകയാണ് എന്ന് ഭഗവാനോട് പറഞ്ഞു കരഞ്ഞുകൊണ്ട്. കൃഷ്ണ കൃഷ്ണ മഹാബാഹു പിതാദേ പിതൃവത്സല ബദ്ധ്വാവനീത സാൽവേന സൗനികേന യഥാ പശു. ആ പുരുഷൻ പറഞ്ഞു, ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ കൃഷ്ണ, ഹേ മഹാവീര, ഹേ പിതൃവത്സല, സാൽവൻ അവിടുത്തെ പിതാവിനെ കശാപ്പുകാരൻ ആടിനെ പിടിച്ചു കൊണ്ടുപോകും പോലെ കെട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇശമ്യ വിപ്രിയം കൃഷ്ണോ മാനുഷീം പ്രകൃതിം ഗത വിമനസ്കോ കൃണീ സ്നേഹാത് പ്രഭാഷേ പ്രാകൃതോ യഥാ. തനി ഒരു ലൗകികനെ പോലെ ആ സാൽവന്റെ മായയാണെന്ന് വിശ്വസിക്കാൻ പറ്റാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു ഭഗവാൻ. എന്നിട്ട് ചിന്തിക്കാണ്, കഥം രാമം അസംഭ്രാന്തം ജിത്വാജേയം സുരാസുരൈ സാൽവേനാൽപീയസാനീത പിതാമേ ബലവാൻ വിധി. സുരാസുരസുരൈഹി, ദേവന്മാരാലും അസുരന്മാരാലും അജേയം, ജയിക്കപ്പെടാൻ കഴിയാത്തവനും അസംഭ്രാന്തം, സംഭ്രമമില്ലാത്തവനുമായ രാമം, രാമനെ ജിത്വ, ജയിച്ചിട്ട് അൽപീയസ, ഏറ്റവും നിസ്സാരനായ സാൽവേന, സാൽവനാൽ മേ പിതാ, എന്റെ പിതാവ് കഥം, എങ്ങനെ നീത നയിക്കപ്പെട്ടു, വിധി ദൈവം ബലവാൻ, ബലമുള്ളവർ. ദ്വാരക പരിപാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബലരാമന് അവിടെ ഇരിക്കുന്നത്. ബലരാമേട്ടൻ അവിടെ ഉണ്ട്. പുരപരിപാലനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന എന്റെ ജ്യേഷ്ഠൻ ബലരാമൻ ബുദ്ധിഭ്രമമൊന്നും കൂടാതെ ഇരിക്കുന്ന കാലത്ത് ഏറ്റവും നിസ്സാരനായിരിക്കുന്ന ഈ സാൽവൻ അദ്ദേഹത്തെ ജയിച്ച് എന്റെ പിതാവിനെ കൊണ്ടുപോയി എന്ന് പറയണത്. അത് എങ്ങനെയാത്? എന്റെ ജ്യേഷ്ഠനെ ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി ജയിക്കാൻ കഴിയില്ല. ദൈവഗതി വല്ലാത്തത് തന്നെ എന്ന് ഭഗവാൻ ചിന്തിക്കണമെന്ന്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. ഇതി ബ്രുവാണേ ഗോവിന്ദേ സൗഭരാട് പ്രത്യുപസ്ഥിത വസുദേവമിവാനീയ കൃഷ്ണം ചേതമുവാചസ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സാൽവൻ നേരിട്ട് വന്ന് അടുത്ത് വന്ന് അങ്ങോട്ട് നിന്നു. എന്നിട്ട് വസുദേവനെ പോലെ ഒരു പുരുഷനെ മുമ്പിൽ നിർത്തി ഭഗവാനോട് പറയാണ്, ഏഷതേ ജനിതാ താതോ യദർത്ഥമിഹ ജീവസി വധിഷ്യേ വീക്ഷതസ്തേമും ഈശ്ചേത് പാഹി ബാലിശ. വസുദേവനെ പോലെ ഒരാളെ മുമ്പിൽ നിർത്തിയിട്ട് പറയാണ്, ഹേ മൂഢ, നിന്നെ ജനിപ്പിച്ച പിതാവിതാ, ഇവനെ രക്ഷിക്കാനല്ലേ നീ ജീവിച്ചിരിക്കണത്. നീ കണ്ടുകൊണ്ടിരിക്കുമ്പോതാ ഞാൻ ഇവനെ വധിക്കാൻ പോവാ. ശക്തനാണെങ്കിൽ രക്ഷിച്ചോളാം, തടുത്തോ. ഏവം നിൽഭസ്യ മായാവി ഖഡ്ഗേനാനകദുന്ദുഭേഹ ഉൽകൃത്യ ശിരാദായ ഖസ്ഥം സൗഭം സമാവിശൽ. മായാപ്രയോഗത്തിൽ മഹാസമർത്ഥനായ സാൽവൻ ഇങ്ങനെ കൃഷ്ണനെ നിന്ദിച്ചു പറഞ്ഞ് ഊട്ടനെ വാളുകൊണ്ട് മായാ വസുദേവന്റെ ശിരസ് മുറിച്ച് കയ്യിൽ പിടിച്ച് ആകാശത്തിൽ നിൽക്കുന്ന തന്റെ സൗഭം എന്ന വിമാനത്തില് പ്രവേശിച്ചു. അപ്പൊ സൗഭം അതൊക്കെ പൊടിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഇങ്ങനെ പറയണു ഇതില്. ആ വസുദേവനെ വധിച്ച് സൗഭം എന്ന വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറി. തഥോ മുഹൂർത്തം പ്രകൃതാവുപപ്ലുത സ്വബോധാസ്തേ സ്വജനാനുഷംഗത മഹാനുഭാവസ്തദാ ബുദ്ധ്യദാസുരീം
മായാം സാല്വപ്രസൃതാം മയോദിതാം. വസുദേവനെ വധിച്ചത് കണ്ട ആ സമയത്ത് സാക്ഷാൽ ജ്ഞാനസ്വരൂപനാണ് എങ്കിലും ഭഗവാൻ സ്വജന സ്നേഹം നിമിത്തം അല്പനേരം മനുഷ്യ സാധാരണമായിരിക്കുന്ന ആ സ്വഭാവത്തിലാണ്ട് മുങ്ങിപ്പോയിരുന്നു. വല്ലാത്ത വിഷമം. കുറച്ചു നേരം ശരിക്കും അതാണ് വിശ്വസിച്ചു എന്നാ പറയണ ഭഗവാൻ. പെട്ടെന്ന് മഹാനുഭാവനായ ഭഗവാൻ ഈ കാണിച്ചത് മയൻ പഠിപ്പിച്ചതും സാല്വൻ ഇപ്പോൾ പ്രകാശിപ്പിച്ചതുമായ അസുര സംബന്ധിയായ മായയാണെന്ന് അറിഞ്ഞു. കുറച്ചു നേരം അത് ശരിക്കാണ് വിശ്വസിച്ചു അങ്ങനെ ഭഗവാന് പറ്റിയെന്നാ പറയുന്നത്. ന തത്ര ദൂതം ന പിതുക്കളേവരം പ്രബുദ്ധാജൗ സമപശ്യതച്യുത സ്വാപ്നം യഥാ ചാംബരചാരിണം രിപും സൗഭസ്ഥമാലോക്യ നിഹന്തുമുദ്യത. പെട്ടെന്ന് സ്വബോധരൂപം പ്രാപിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ എന്ന പോലെ ആ യുദ്ധകളത്തില് ആ ദൂതനെയോ തന്റെ പിതാവിന്റെ ശരീരത്തെയോ ഒന്നും കണ്ടില്ല. തന്റെ ശത്രുവായിട്ടുള്ള ആ സാൽവൻ ആകാശത്തില് സൗഭം എന്ന വിമാനത്തിൽ ഇരിക്കുന്നത് മാത്രം കണ്ട് കൂട്ടന്നെ ഇനി ഇവനെ വധിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് വധിക്കാനായി മുതിർന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.